റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ബില്ലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാട്ടിയതായി പ്രമുഖ റിപ്പബ്ലിക്കൻ സെനറ്ററും പ്രതിരോധ വിദഗ്ധനുമായ ലിൻസെ ഗ്രഹാം വെളിപ്പെടുത്തി. റഷ്യയുടെ വ്യാപാര പങ്കാളികളാകുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% തീരുവ ചുമത്താനാണ് പുതിയ നിയമനിർമ്മാണത്തെ തുടർന്ന് ഇന്ത്യ വീണ്ടും നയതന്ത്ര ചർച്ചകളുടെ കേന്ദ്രമായി മാറിയത്. ഉപരോധ ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ റഷ്യയിൽ നിന്ന് എണ്ണയോ യുറേനിയമോ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 500% വരെ തീരുവ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം ലഭിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധസന്നാഹങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ട്രംപ് ഭരണകൂടം സജീവമാക്കുന്ന സാഹചര്യത്തിൽ മോസ്കോയെ സാമ്പത്തികമായി തളർത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനെക്കുറിച്ച് US-ലെ ഇന്ത്യൻ അംബാസഡർ വിനയ് ക്വാത്ര തന്നെ അറിയിച്ചതായി സെനറ്റർ ലിൻസെ ഗ്രഹാം വെളിപ്പെടുത്തി. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നിർദ്ദേശിച്ചിട്ടുള്ള 500% അധിക തീരുവ ഇന്ത്യയുടെ കാര്യത്തിൽ ഒഴിവാക്കണമെന്ന് പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെടാൻ ക്വാത്ര അഭ്യർത്ഥിച്ചതായും ഗ്രഹാം പറഞ്ഞു. ജനുവരി 5-നായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച നടന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണയ്ക്ക് 25% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലിൻസെ ഗ്രഹാം പുതിയ ബില്ലുമായി രംഗത്തെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.